ഞങ്ങള് എങ്ങോട്ടാന്നറിയാൻ ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങുക. ഇതൊരു അടിപൊളി റിസോർട്ടാട്ടോ സുഹൃത്തുക്കളെ. അപ്പൊ കൊതിയും വിട്ട ഈ ഒരു ട്രിപ്പില് മക്കളുടെ സന്തോഷം കാണണം, അത് മതി. ആ എന്റെയോ അത് കേറുവോ ചേ? അരക്കുമ്പോ മൊക്കമുണ്ടല്ലോ, കേറുവോ? ഇറക്കിയിടുണ്ട്, കേറുവോ? ആ അല്ല ഇത് അച്ഛനുണ്ട്. ഞങ്ങള് എങ്ങോട്ടാന്നറിയാൻ ചുമ്മാ വണ്ടി എടുത്ത് ഇറങ്ങുക. എവിടെങ്കിലും പിള്ളേരെ ഒന്ന് എൻജോയ് ചെയ്യണം. ഓക്കെ, നമ്മളെങ്ങോട്ടാ പോണേ? നമ്മളെങ്ങോട്ടാ പോണേ? അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തീരുമാനം എടുത്തു, നേരെ ഫോർട്ട് കൊച്ചി വിട്ടാലോ എന്ന്, ബീച്ചിലേക്ക്. അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്കായി യാത്ര. അവിടെ ഫോർട്ട് കൊച്ചിയിൽ എത്തിയപ്പോഴത്തേക്കും എല്ലാവർക്കും വിശപ്പായി. അപ്പോൾ ഞങ്ങൾ ഹോട്ടൽ തപ്പി കിടന്നു, കിട്ടിയില്ല. ഒരെണ്ണം കണ്ടെത്തി പിന്നെ, പക്ഷേ അത് ഒരു റിസോർട്ട് സെറ്റപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റേറ്റും കാര്യങ്ങളും തന്നെ ഉണ്ടാവുകയും ചെയ്തു. അതിനാ വീണ ഞാൻ ഇതേതാ കണ്ടോ? മക്കള് ഫുള്ള് എൻജോയ്മെൻ്റ് ആയിരുന്നു. നമുക്ക് അങ്ങോട്ട് പോവാം. ഓ ഇത് ആയുർവേദ സ്പായ് അതാണോ? തിരുമലിൻ്റെ അങ്ങോട്ടാ? വെയിറ്റ് ചെയ്യ. എന്തൊക്കെ പറഞ്ഞാലും ഇത് നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അതിൻ്റെ ഔട്ട് സൈഡിൽ പോയിരുന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാവുന്ന ഇതിലൊരു സെറ്റപ്പ് ഉണ്ട്. പിന്നെ പിള്ളേരെയൊക്കെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യണം, കാരണം അവിടെ ഒരു വേലിയോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല. എനിക്ക് വന്നെ അവിടെ ബോട്ടൊക്കെ നിർത്തിയിട്ട് അതുവഴി വന്ന് കഴിക്കാനുള്ളൊരു ഓപ്ഷനാണ് ഇത്. എല്ലാം കൊണ്ടും ഒരു അടിപൊളി പരിപാടിയായിരുന്നു ഇത്. പിന്നെ ഇത് ഒരു റിസോർട്ട് സെറ്റപ്പ് ആയതുകൊണ്ട് അതിൻ്റേതായ റേറ്റ് ഫുഡിനും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കും നമുക്ക് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഇത് ഭക്ഷണം കഴിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ വലിയ തിരക്കൊന്നുമില്ല, നല്ലൊരു ആംബിയൻസ് ആണ് മൊത്തത്തിൽ പറഞ്ഞ. ആകെ കണ്ട ഒരു മീനാണ് കോലുവ, ദേ പോണു. ഞങ്ങളിനിയിപ്പോൾ ഫുഡിനായിട്ട് വെയിറ്റ് ചെയ്യണു. എല്ലാവരും ഓർഡറൊക്കെ ചെയ്തു, അത് കഴിഞ്ഞ് ഇരിക്കുകയാണ്. പിന്നെ സ്റ്റാർട്ടർ ഓർഡർ ചെയ്തു, അത് ഫ്രഞ്ച് ഫ്രൈസും പൊട്ടാറ്റോ വെഡ്ജസും ആണ്. അത് കിട്ടി, നല്ല കേട്ടോ, അത് നല്ല രസമുണ്ട് കഴിക്കാൻ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. മക്കൾ കൂടുതലും അതാണ് കഴിച്ചത്. പിന്നീട് ഞങ്ങൾ ബുക്ക് ചെയ്തത് കുറച്ച് ഫ്രൈഡ് റൈസ്, അച്ഛനൊരു വെജ് ഫ്രൈഡ് റൈസ്, പിന്നെ ഒരു ചിക്കൻ്റെ 2 ഐറ്റംസ്, ഒരു പോർക്കിൻ്റെ ഒരു ഐറ്റംസ്. അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് എടുത്തത്. ഏകദേശം ഒരു 5000 രൂപ മേളിൽ ബില്ലായിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങളുടെ അനിയനും അനിയത്തിയും കൂടെ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ തുടങ്ങി, കാരണം നല്ലൊരു ആംബിയൻസ് ആണല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴും ഈ മക്കളുടെ ഈ ബോണ്ട് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം. കാരണം ഇവർ 1.5 വർഷം കൂടി കണ്ടതാണ്, അതിൻ്റേതായ ഹാപ്പിനെസ് അവർക്കുണ്ട്. അതുകൂടാതെ പിന്നെ ഒരു 10-15 ദിവസത്തെ കാണലേ ഉള്ളൂ, അത് കഴിഞ്ഞ് പിരിയുന്നു, പിന്നെ എന്നോ കാണുന്നു. അതൊക്കെ ഓർക്കുമ്പോൾ ഒരു വിഷമം. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ ഇനി നേരെ ഫോർട്ട് കൊച്ചിയിലേക്കായി യാത്ര. എല്ലാവരും പെട്ടെന്ന് തന്നെ വണ്ടി കയറുവാണ്, കാരണം വലിയൊരു മഴ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞങ്ങൾ നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് യാത്ര പോവുകയാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഫോർട്ട് കൊച്ചി എത്തി. കൊച്ചിനെ പിടിക്കാം, വാ. അപ്പം എടുക്കാം, വാ എടുക്കാം. വണ്ടി വരും. നില്ല ഞങ്ങൾ വരട്ടെ, ഞങ്ങൾ വന്നിട്ട് പോ. ആ ഇവിടെ വന്നാൽ മതി. കഫേയൊക്കെ ഉണ്ടായിരുന്നു, ഇതിൽ നിന്ന് വേറെ ഇറക്കിയായിരുന്നു.
മക്കളൊക്കെ ഭയങ്കര ത്രില്ലിലായിരുന്നു. വന്നു വന്നപ്പോൾ ഇവിടെ മാറി വെള്ളം ഉണ്ടാകും. ഇതവിടെ ഫുട്ബോളോ വോളിബോളോ കളിക്കണ ഏരിയ അല്ലേ? ആ വെള്ളം അന്ന് ഇവിടെ മാരുണ്ടോ? ഓർക്കണ്ടോ നമ്മൾ ഇവിടെ ഇരുന്ന് കഴിച്ചപ്പം? അച്ഛനും ദേ മക്കളുടെ കൂടെ കളിക്കാനായിട്ട് ഇറങ്ങി. നിങ്ങൾ എന്നെ നോക്കി അപ്പൊ കൊതിയും വിട്ട് നോക്കി നെല്ലിക്ക ക്യാരറ്റും അടിക്കുന്നു. അരിവുള്ളായിരിക്കും. ഉപ്പിലിട്ടാണോ അത്? കഴിച്ചു നോക്കാൻ. ഇനിയിപ്പോൾ എല്ലാം തിന്നിട്ട് അങ്ങനെ ഉപ്പിലിട്ട 2-3 ഐറ്റംസ് ഒക്കെ മേടിച്ച് നൈസായിട്ട് ഇതേ ബീച്ചിലേക്ക് പോവുകയാണ്. മീനു ദേവട്ടാ നോക്കി നോക്കി ഞങ്ങള് ഉണ്ടേ പോലും അവർക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായം പറയണമെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്കും അച്ഛനും അമ്മച്ചും തന്നെ വേണം. പൂജ അതിന് എല്ലാവരും നല്ല പിടിപ്പീരാ ഉപ്പിലിട്ട മാങ്ങ. ദേവുടൻ കാലൊക്കെ മൂടി നിൽക്കാനുള്ള ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. മൂന്നെണ്ണം മണ്ണ് വാരി മൊത്തം മേത്തോടെ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അച്ഛനെ നിർബന്ധിച്ച് അവർ ബീച്ചിൻ്റെ സൈഡിലേക്ക് അങ്ങ് ഇറങ്ങി തുടങ്ങി. വെള്ളത്തിലേക്ക് ഇറങ്ങാനാണ് മെയിൻ ഉദ്ദേശം. പയ്യെ അടുത്തടുത്ത് പോയി തുടങ്ങി. തമ്പക്കുട്ട വെള്ളം കയറി വരും. തമ്പുരോ കയറുവാ. ഞാൻ പറഞ്ഞില്ലേ വെള്ളം കയറി വരും. മക്കളെല്ലാം മറന്നിട്ടുള്ള ചാട്ടമാണ്. ഈ തിരമാലകൾ കാണുമ്പോൾ എന്ത് രസമല്ലേ? സത്യം പറഞ്ഞാൽ എല്ലാം മറന്നു പോകും. ഇത്ര നേരം ദേവകൂട്ടന് ഇവര് വെള്ളത്തിൽ ചാടുന്നത് കണ്ടില്ലായിരുന്നു. പുള്ളി അത് കണ്ടുപിടിച്ചു. ദേ വന്നു, ദേ കിടക്കുമ്പോൾ പടിഞ്ഞിരിക്കണം. 3 പേരും മണ്ണൊക്കെ വാരി എറിഞ്ഞ് മൊത്തം മേത്തോടെ ആക്കി. മേല് നിറച്ചും മണ്ണും വെള്ളവും മാത്രമാണ്. എങ്ങനെ ഇതിനേക്ക് ഇനി വണ്ടിയെ കയറ്റുമോ? അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. ഞങ്ങൾ UK-യിലുള്ളൊരു ഫ്രണ്ടാണ്, ധനീഷേൻ്റെ വീട്ടിൽ. അവർ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് ഇങ്ങോട്ട് UK-യിലേക്ക് കൊണ്ടുവരാനുണ്ട്. അതിന് വേണ്ടി എടുക്കാൻ പോവുകയാണ്. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങൾ 3 പേരും കൂടെ കരയ്ക്ക് കയറിയിട്ടുണ്ട്. പിടിച്ച് കയറ്റിയതാണ്. ഇപ്പോൾ മുഴുവൻ നനഞ്ഞ് കുളിച്ച് പോവുകയാണ്. ഇനിയിപ്പോൾ ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് ഭാഗ്യത്തിന്. എന്നാലും മൊത്തം മണലായിരിക്കുമല്ലോ, പിന്നെ മേലെല്ലാം ഒട്ടും. അപ്പോൾ കൂട്ടുകാരെ, ഓക്കെ, ഞങ്ങളുടെ വീഡിയോ ഇത്ര നേരമേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ വരെ കാണാം. ഓക്കെ, ബൈ.